ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇൻഡിക്കേറ്ററിനെ പറ്റിയാണ്. അപ്പോൾ ഈ ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ട്രെൻഡ് ലൈൻ ഒക്കെ ചാർട്ടിൽ മാർക്ക് ചെയ്ത് തരുന്നതാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ചാർട്ട് നോക്കി ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻഡിക്കേറ്റർ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഇൻഡിക്കേറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായി നിങ്ങൾ ആദ്യം തന്നെ nicholasneal.com പോവാം. അവിടെ നമുക്ക് അഡ്വൈസറിയിൽ ട്രേഡിംഗ് വ്യൂ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് കാണാം. ജസ്റ്റ് ഒന്ന് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ട്രെൻഡ് ലൈൻ, ഓട്ടോ ട്രെൻഡ് ലൈൻ എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റും. ഫസ്റ്റ് ഇൻഡിക്കേറ്റർ അതിവിടെ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആവുന്നതാണ്. ഇനി നമ്മൾ ജസ്റ്റ് അത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഒരു പൈൻ സ്ക്രിപ്റ്റ് ആണ് വരുന്നത്. ജസ്റ്റ് അത് കൺട്രോൾ അതുപോലെ കോപ്പി ചെയ്യാം. അതിനുശേഷം നമ്മുടെ ട്രേഡിംഗ് വ്യൂവിൽ വരാം. ഇവിടെ നമുക്ക് പൈൻ എഡിറ്റർ എന്ന് പറഞ്ഞാൽ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ആ ഒരു കോഡ് കോപ്പി പേസ്റ്റ് ചെയ്യാം, കൺട്രോൾ V. ഇനി നമുക്കിവിടെ ആഡ് ടു ചാർട്ട് എന്നൊരു ഓപ്ഷൻ കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഇൻഡിക്കേറ്റർ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കത് ഓട്ടോമാറ്റിക് ആയിട്ട് ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്ത് തരുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ഏത് ടൈം ഫ്രെയിം വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഓരോ ടൈം ഫ്രെയിമിലുള്ള ആ ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്ത് തരുന്നതാണ്. ഇപ്പോൾ ഞാൻ 5 മിനിറ്റ് എടുക്കുന്നത്. ഇതുപോലെ ക്യാൻഡിൽ ആണ് എടുക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ മാർക്ക് ചെയ്തിടണം. നമുക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടി, ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ പോകുന്നുണ്ട്, അതിന് താഴെ ഒരു ട്രെൻഡ് ലൈൻ പോകുന്നുണ്ട്, മനസ്സിലായി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ടൂൾ എടുത്തിട്ട് ആ ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്ത് വെച്ചേക്കാം. കാരണം ഇത് ലൈവ് മാർക്കറ്റിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ട്രെൻഡ് ലൈൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇത് മാർക്ക് ചെയ്ത് വെച്ചേക്കണം. ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്ത് വെച്ചേക്കാം. നമുക്ക് എക്സാക്റ്റ് നല്ലൊരു ട്രെൻഡ് ലൈൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. അത് നമുക്ക് ടാർഗറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ട്രെൻഡ് ലൈൻ. ഇനി നമുക്ക് ആ ഒരു ഇൻഡിക്കേറ്റർ ഹൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നല്ലൊരു ട്രെൻഡ് ലൈൻ കിട്ടിയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്കത് നോർമൽ ക്യാൻഡിൽ സ്റ്റിക്ക് വേണമെങ്കിലാക്കാം. ഇനിയിപ്പോൾ നമുക്ക് മനസ്സിലായി, ഈ അടുത്ത ദിവസം മാർക്കറ്റ് ഈ ഒരു ലെവലൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ലെവൽ മുകളിലേക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ റീടെസ്റ്റ് ചെയ്ത് ഈ ഒരു ലെവലൊക്കെ വരെ പോകാൻ ചാൻസ് ഉണ്ട്. കണ്ടോ? അപ്പോൾ ട്രെൻഡ് ലൈൻ ഇതേപോലെ ഇൻഡിക്കേറ്ററിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചേക്കണം. അതല്ലെങ്കിൽ പുതിയ ലെവൽസ് മാർക്കറ്റ് ഫോം ആകുമ്പോൾ ഈ ട്രെൻഡ് ലൈനിൽ ചേഞ്ച് വരും. അപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് മാറത്തില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാവുന്നതാണ് വളരെ ഈസി ആയിട്ട്. ഇനി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി വേണമെങ്കിൽ നോക്കാം. ബാങ്ക് നിഫ്റ്റി നമുക്ക് ട്രെൻഡ് ലൈൻ കാണുന്നുണ്ട്. കേട്ടോ, ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ആ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ കണക്ട് ചെയ്യാം, ഇവിടുന്ന് മാർക്ക് ചെയ്യാം. പിന്നെ താഴെ എന്ന് പറയുമ്പോൾ ഉണ്ടോ, ഇവിടെ കണക്ട് ചെയ്ത് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ പോകുന്നുണ്ട്. നമുക്കത് ഹൈഡ് ചെയ്താൽ മതി. കറക്റ്റ് നമുക്ക് നല്ലൊരു ട്രെൻഡ് ലൈൻ കിട്ടി. നിങ്ങൾക്ക് സ്റ്റോക്സിൽ വേണമെങ്കിൽ സ്റ്റോക്സ് നോക്കാവുന്നതാണ്. റിലയൻസ് നോക്കാം. കണ്ടോ, ഇവിടെ ട്രെൻഡ് ലൈൻ പോകുന്നുണ്ട്. അതുപോലെ ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈൻ പോകുന്നുണ്ട്. കണ്ടോ, നമുക്ക് ഹൈഡ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ അടുത്ത ദിവസം നമുക്ക് ഈ ഒരു ബ്രേക്കൗട്ട് ബേസ് ചെയ്ത് നമുക്ക് എൻട്രിക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഏത് സ്റ്റോക്സും അതുപോലെ ഫ്യൂച്ചറും നിങ്ങൾക്കത് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ട്രേഡിംഗ് വ്യൂ മാത്രമാണ് ഈ ഒരു പൈൻ എഡിറ്റർ ഉള്ളത്. അപ്പോൾ നമുക്ക് ട്രേഡിംഗ് വ്യൂ മാത്രമാണ് യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഈ ഒരു കോഡ് ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് ഈ ട്രേഡിംഗ് വ്യൂ പൈൻ എഡിറ്ററിൽ പേസ്റ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ചാർട്ട് വേണമെങ്കിലും നോക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ സിങ്ക് ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വീക്ക്ലി ചാർട്ട് ഇട്ട് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ പോയിരുന്നുണ്ടായിരുന്നു. അതുപോലെ ഇവിടെയും മാർക്ക് ചെയ്യും. ആ ട്രെൻഡ് ലൈൻ ഒന്ന് ബ്രേക്കൗട്ട് ചെയ്തപ്പോൾ നല്ല രീതിയിൽ കയറിപ്പോയി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സിങ്ക് ട്രേഡിങ്ങിനും വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്.
ഇത് അദാനി പവർ ആണ്. അപ്പോൾ അദാനി പവർ ഉണ്ട്, നല്ല രീതിയിൽ നമുക്കൊരു ട്രെൻഡിലോട്ട് മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ ലോയും കണക്ട് ചെയ്യാം. പിന്നെ ഇവിടെ നിന്ന് അതിനോട് ചേർത്ത് തന്നെ വരച്ചാൽ മതി കേട്ടോ. ഇനി നമുക്കത് ഹൈഡ് ചെയ്ത് തന്നു. കറക്റ്റ് നല്ലൊരു ട്രെൻഡ് ലൈൻ അത് മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ നന്ദി, നമസ്കാരം.